പ്രസിദ്ധമായ ആനയൂട്ടിനൊരുങ്ങി തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം. 15 പിടിയാനകളടക്കം 70ഓളം ആനകളാണ് ഈ ആനയൂട്ടിൽ പങ്കെടുക്കുക. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരുന്നു. പറയൂ സൂരജ്, ഗുഡ് മോർണിംഗ്. അങ്ങനത്തെ കർക്കിടകം പിറന്നതോടുകൂടി നല്ല മഴയാണ് തൃശ്ശൂരിൽ. ഈ മഴയൊക്കെ നനഞ്ഞ് അതാ കൊമ്പന്മാരും അതുപോലെ തന്നെ പിടിയാനകളടക്കം നിരന്നു കഴിഞ്ഞു. ഇനി അല്പസമയം മാത്രമേ വേണ്ടൂ. 9:30 ആയിരിക്കും ഈ പ്രസിദ്ധമായിട്ടുള്ള ആനയൂട്ട് ആരംഭിക്കുക. ദിവസങ്ങളായുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ ഗണപതി ഹോമത്തോടു കൂടിയ ചടങ്ങ്, ക്ഷേത്രത്തിലെ പൂജകൾ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ 9:30 തന്നെ ഈ ആനയൂട്ട് ആരംഭിക്കും. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആനകളെല്ലാം അണിനിരന്നു കഴിഞ്ഞു. ഈ ഫിറ്റ്നസ് പരിശോധന അടക്കം, അതായത് വനം വകുപ്പിന്റെയും വെറ്റിനറി ഡോക്ടറുടെ അടക്കം പരിശോധനകൾ പൂർത്തിയാക്കി പടിഞ്ഞാറേ നടയിലൂടെയാണ് ഈ ആനകളെ കയറ്റിവിട്ടത്. പ്രത്യേകം ആനകൾ ശേഷം ഇപ്പുറത്തെ പൊതുജനങ്ങൾക്കും ഈ ആനകളെ കാണുന്നതിനും ആനകൾക്ക് ഈ ഭക്ഷ്യവസ്തുക്കൾ, അതായത് പഴമടക്കം നൽകുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കും അവസരമുണ്ടാകും. അതിനുവേണ്ടി പ്രത്യേകം ബാരിക്കേഡുകൾ, അതായത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടി പ്രത്യേക ബാരിക്കേഡുകൾ അടക്കം ഒരുക്കിക്കൊണ്ട് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. നിരവധി ആളുകൾ, അതായത് വലിയ മഴയാണ്, രാവിലെ മുതൽ തന്നെ നല്ല മഴ, ശക്തമായ മഴ അത് തൃശ്ശൂരിലുണ്ട്. പക്ഷേ ഈ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ ആനയൂട്ട് കാണുന്നതിനും ആനയൂട്ടിൽ പങ്കെടുക്കുന്നതിനും വേണ്ടി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പുലർച്ചെ മുതൽ എത്തിയ ആളുകളുണ്ട്. പുലർച്ചെ മുതൽ തന്നെ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് പല ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയ നിരവധി ആളുകളുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മഴയാണെങ്കിൽ പോലും അവർ കാത്തു നിൽക്കുന്നു. 1982 ഏഷ്യൻ ഗെയിംസിൽ ഈ ആനകളെ പങ്കെടുപ്പിക്കുന്നതിന് കൊണ്ടുപോയത് തുടങ്ങിയാണ് ഇത്തരത്തിലൊരു ചരിത്രത്തിന് തുടക്കമാകുന്നത്. അന്ന് ആ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്നതിന് കൊണ്ടുപോയ ആനകൾക്ക് വല്ലാതെ അവശത അനുഭവപ്പെട്ടു തിരിച്ചെത്തിയത് മുതൽ അതോടുകൂടി അന്ന് ആനപ്രേമികളാണ് ഈ ആനയൂട്ട് എന്നൊരു ആശയം തുടങ്ങുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒരു കൊല്ലം പോലും മുടക്കമില്ലാതെ എല്ലാ വർഷവും ഈ ആനകൾക്ക് വേണ്ടി ആനയൂട്ട് നടത്തി. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആനയൂട്ടായി ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് മാറുകയാണ്. എന്തായാലും മിനിറ്റുകൾ മാത്രമേ വേണ്ടൂ. ആനയൂട്ടിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ആനകൾ എല്ലാവരും നിരന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.